സിന്ദൂരരേഖ ഭാഗം 56. അവരിങ്ങോട്ട് വന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നതിന് അല്പം ഗൗരവത്തോടെ തന്നെ മറുപടി കൊടുക്കുന്നതല്ലാതെ ഉണ്ണിയും മനുവും അതിൽ കൂടുതലായി ആരോടും സംസാരിക്കുന്നില്ലായിരുന്നു. മനുവിൻ്റെ അടുത്തായി തന്നെ നിൽക്കുകയായിരുന്നു അമ്മാളു. എങ്കിലും ആരും തന്നോട് സംസാരിക്കാതിരിക്കുന്നത് കണ്ടതും ഒരധികപ്പറ്റായി അവിടെ നിൽക്കണ്ടല്ലോ എന്ന് കരുതി അമ്മാളു അവൻ്റെ അടുത്തുനിന്ന് നീങ്ങി നിൽക്കാമെന്ന് കരുതി. അങ്ങനെ കരുതി അവൻ അരികിൽ നിന്ന് നീങ്ങി നിൽക്കാൻ ഒരുങ്ങിയപ്പോൾ തന്നെ മനുവിൻ്റെ കൈ അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചിരുന്നു. പെട്ടെന്ന് അവൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊരു കാര്യം പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ അവൾ ഞെട്ടലോടെ മനുവിനെ മുഖമുയർത്തി നോക്കി. പക്ഷേ അവൻ അതൊന്നും നോക്കാതെ അവരോടൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്ന തിരക്കിലായിരുന്നു. പക്ഷേ അപ്പോഴും അമ്മാളുവിൻ്റെ കയ്യിൽ അവൻ്റെ കൈ മുറുകെ തന്നെ ഇരിക്കുകയായിരുന്നു. എല്ലാവരും ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ അവരോടൊക്കെ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ച് സംസാരം അധികം നേരം താമസിക്കാൻ നിൽക്കാതെ അമ്മയോടും കൂടി പറഞ്ഞ് ഉണ്ണിയും മനുവും അമ്മാളുവും തിരികെ പോകാനായി ഇറങ്ങി. മക്കളെ, നിങ്ങൾക്ക് അവിടെ നിൽക്കുന്നതിന് പകരം തറവാട്ടിൽ വന്ന് നിന്നാൽ പോരെ? കൃഷ്ണൻ എന്ന അമ്മയുടെ ഇളയ ആങ്ങളെയാണ് ഇത് വന്ന് ചോദിച്ചത്. അത് ശരിയാവില്ല ഇളയമ്മാവ. മനു അപ്പോൾ തന്നെ ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെയാണ് മറുപടി കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അത് പറഞ്ഞ് അവർ തിരികെ വീട്ടിലേക്ക് യാത്രയായി. ഞാനിനി എന്തായാലും അകത്തേക്ക് കയറുന്നില്ല ഏട്ടാ, നിങ്ങൾ പൊക്കോ. ദേവനിലയത്തിന് മുന്നിൽ എത്തിയപ്പോൾ തന്നെ ഉണ്ണി പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ പൂജയും അതിനുശേഷം എല്ലാവരോടുമുള്ള സംസാരമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്താനുള്ള നേരം ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ തന്നെ അത് പറഞ്ഞ് ഉണ്ണി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാനായി തിരക്ക് കൂട്ടി. അയ്യോ, ഉണ്ണിയുടെ ഒന്നും കഴിച്ചില്ലല്ലോ. അതിനിയിപ്പോൾ സാരില്ലടി, ഞാൻ ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. അത് പറഞ്ഞ് കൂടുതൽ സമയം കളയാൻ നിൽക്കാതെ ഉണ്ണി വേഗം തന്നെ വന്ന കാറിൽ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചുപോയി. അവനോട് സംസാരിച്ചു കഴിഞ്ഞ് അപ്പോൾ തന്നെ അമ്മാളുവും വീടിനകത്തേക്ക് കയറി. മനു ആ സമയം അവിടെയുള്ള സെക്യൂരിറ്റിയോട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. താക്കോൽ അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വീട് തുറന്ന് അകത്തേക്ക് കയറാനും പറ്റുന്നില്ലായിരുന്നു. വീടിൻ്റെ ഉമ്മറത്തായി തന്നെ കൈയും കെട്ടി അവനെ നോക്കി അവൾ കാത്തുനിന്നു. മനു ആണെങ്കിൽ ഇതൊന്നും അറിയാതെ സെക്യൂരിറ്റിയോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു. തൻ്റെ കയ്യിലാണ് വീടിൻ്റെ താക്കോൽ എന്ന കാര്യം അവൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. സാറേ, ദാ മാഡം സാറിനെ കാത്തു നിൽക്കുവാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് വീടിൻ്റെ വാതിൽക്കലേക്ക് നോക്കിയ സെക്യൂരിറ്റി അവൾ അങ്ങനെ നിൽക്കുന്നത് കണ്ടതും അങ്ങനെയൊരു കാര്യം പറഞ്ഞപ്പോഴാണ് അവനത് ആലോചിച്ചത്. അയാളോട് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു. താക്കോൽ അവളുടെ നേരെ നീട്ടിയെങ്കിലും അവളത് വാങ്ങാൻ വിസമ്മതിച്ചു. അവളെ ഒന്ന് നോക്കി ചുണ്ടുമലർത്തി കാണിച്ചുകൊണ്ട് അവൻ വാതിൽ തുറന്നു. അമ്മാളുവിന് അകത്തേക്ക് കയറാനായി അവൻ വാതിൽക്കൽ നിന്ന് നീങ്ങിക്കൊടുത്തു. അത് കണ്ടതും അവൾ അകത്തേക്ക് കയറി. അതിന് പിന്നിലായി തന്നെ അവനും കയറി. അമ്മാള് മുറിയിലേക്ക് കയറി കതകടച്ചു. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ മുറിയിലേക്ക് കയറാമെന്ന് കരുതിയ മനു ആകെ ഒന്ന് ചമ്മിപ്പോയിരുന്നു. അമ്മാളു ഡ്രസ്സൊക്കെ മാറി തിരികെ ഇറങ്ങുമ്പോഴേക്കും മനു ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി ഭക്ഷണമൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു. ഭക്ഷണം കഴിക്കാം. അമ്മാള് വിളിക്കുമ്പോഴും അവൻ അവളിലേക്ക് തന്നെ നോട്ടം പായിച്ചിരിക്കുകയായിരുന്നു. അത് കണ്ടതും ഡൈനിങ് ടേബിളിലേക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ അവൾക്ക് തോന്നിയില്ല. ഇടം കണ്ണാലെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ മുറിയിലേക്കൊന്ന് നടന്നു. അവൾ മുറിയിലേക്ക് പോകുന്നത് കണ്ടതും താൻ ആഗ്രഹിച്ച കാര്യം നേടിയെടുത്തു എന്നൊരു ആത്മവിശ്വാസത്തോടെ മനുവും മുറിയിലേക്ക് നടന്നു. തൻ്റെ പിന്നിലായി അനക്കറിഞ്ഞതും അമ്മാള് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവൾ നോക്കുമ്പോൾ അവൻ അവളുടെ അരികിലേക്ക് നടന്നു വരികയായിരുന്നു. കാര്യം അവളങ്ങനെ മുറിയിലേക്ക് വന്നതിൽ അവനെ പരീക്ഷിക്കുക എന്നൊരർത്ഥം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അവൻ അരികിലേക്ക് വന്നപ്പോൾ അവളിൽ ആകെ ഒരു വെപ്രാളം. മനുവേട്ടാ, ഞാൻ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മാള് പറഞ്ഞതും അത് കേൾക്കാത്തതുപോലെ അവൻ വീണ്ടും അവളുടെ അരികിലേക്ക് തന്നെ നടന്നു വന്നു. പിന്നിലേക്ക് അങ്ങനെ നീങ്ങിപ്പോയപ്പോൾ അമ്മാള് പെട്ടെന്ന് കട്ടിലിൻ്റെ കാലിൽ തട്ടി തറയിലേക്ക് വീണു പോകാൻ പോയതും മനു അവളുടെ കയ്യിൽ പിടിച്ച് അവളെ വലിച്ചു നേരെ നിർത്തി. ഹോ, ആബ്സല്യൂട്ട് സിനിമ അല്ലേ? പെട്ടെന്ന് അവൾ അങ്ങനെ വീഴാൻ പോകുന്നതും അതിനനുസരിച്ച് അവൻ കയ്യിൽ പിടിച്ച് അവളെ നേരെ നിർത്തുന്നതും ഒക്കെ ആയതും മനു കളിയാക്കുന്ന രീതിയിൽ അവളോട് പറഞ്ഞു. അത് കേട്ടതും അമ്മാളും അവൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ കൈ പിടിച്ചു. പക്ഷേ അവൾ നടന്നു നീങ്ങുന്നതിന് മുന്നേ തന്നെ അവൻ അവളെ വീണ്ടും തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ കവിളിൽ അമർത്തിയൊന്ന് ഉമ്മ വെച്ചു. അമ്മാളുവിൻ്റെ കണ്ണുകൾ അത് കിട്ടിയതും ഞെട്ടലോടെ വിടർന്നുപോയി. വാ, ഭക്ഷണം കഴിക്കാം. അത് പറഞ്ഞുകൊണ്ട് മനു നിസ്സാരമായി ഹാളിലേക്ക് നടന്നു. അമ്മാളുവാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന രീതിയിൽ അന്താളിപ്പോടെ നോക്കി നിൽക്കുമായിരുന്നു. അവൾക്ക് അവൻ്റെ പെരുമാറ്റവും സ്വഭാവവും ഒക്കെ കാണും തോറും എന്താണ് ചുറ്റും നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അവൻ്റെ നോട്ടം തൻ്റെ നേർക്ക് വരുന്നതൊക്കെ അമ്മാള് കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു കാവുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അടുക്കളയിലെ ജോലികളൊക്കെ ഒതുക്കി തീർത്തതിന് ശേഷം അമ്മാളു ഹാളിലേക്ക് വന്നപ്പോഴായിരുന്നു മനുവിൻ്റെ ചോദ്യം. അവനങ്ങനെ ചോദിക്കുന്നത് കേട്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി. അതിനിവിടെ എവിടെയാണ് കാവുള്ളത്?
ഇത്രയും നാളും താൻ ഈ പരിസരത്തൊക്കെ തന്നെയാണ് ജനിച്ചു വളർന്നത്. ഇത്ര നാളും ജീവിച്ചിട്ട് ഇവിടുത്തെ കാവിൻ്റെ കാര്യമൊന്നും അറിയാത്തത് കൊണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. ഇവിടെ അടുത്ത് തന്നെയാണെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് പോകണം. ഏകദേശം ഒരു മണിക്കൂർ യാത്ര ഉണ്ടാകും. നമുക്കിനി എന്തായാലും വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നതിന് മുൻപ് തിരിച്ചെത്തിയാൽ മതിയല്ലോ. അപ്പോഴേക്കും നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അവൻ വളരെ താല്പര്യത്തോടെ പറയുന്നത് കേട്ടതും അമ്മാളും ഒന്ന് മൂളി. ഡ്രസ്സ് മാറാനായി മുറിയിലേക്ക് കയറിയപ്പോൾ അവളുടെ പിന്നിലായി തന്നെ അവനും അകത്തേക്ക് കയറി. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് സംശയത്തോടെ അവൾ ഡ്രസ്സ് എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. ഒരു കുർത്തിയും പാൻറ്റും ഒക്കെ ഇട്ട് തിരികെ ഇറങ്ങിയപ്പോൾ മുറിയിൽ നിൽക്കുന്ന മനുവിനെ കണ്ട് ഒരു നിമിഷം അവൾ സംശയത്തോടെ ഇതവൻ തന്നെയാണോ എന്ന രീതിയിൽ അവനെ നോക്കിപ്പോയി. കാവിമുണ്ടും കറുത്ത നിറത്തിലുള്ള ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ ഒരു വേഷത്തിൽ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അമ്മാളു അല്പം ഞെട്ടലോടെയാണ് അവനെ നോക്കി നിന്നത്. അവൻ പുറത്തേക്ക് പോകുമ്പോൾ എപ്പോഴും ഷർട്ടും പാൻറ്റും ഒക്കെയാണ് ഇടാറുള്ളത്. വീട്ടിൽ നിൽക്കുമ്പോൾ ഷോർട്സ് ഒക്കെ ആയിരിക്കും വേഷം. ആകെ വല്ലപ്പോഴും അങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോഴും പിന്നെ അന്ന് കല്യാണത്തിനും മാത്രമാണ് ആകെ മുണ്ടെടുത്ത് കണ്ടിട്ടുള്ളത്. അമ്മാള് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. എങ്കിലും അവളെ കാണിക്കാൻ എന്നതുപോലെ അവൻ മുണ്ടെടുത്ത് മടക്കി കുത്തി. പോകാം. തിരിഞ്ഞു നിന്ന് മനു ചോദിച്ചതും അവൾ പോകാമെന്ന രീതിയിൽ തലയാട്ടി. പുറത്തേക്കിറങ്ങി മുറ്റത്ത് കാർ പോർച്ചിൽ കിടക്കുന്ന കാർ എടുക്കാതെ അവൻ വീടിൻ്റെ സൈഡിലേക്ക് പോകുന്നത് കണ്ടതും അമ്മാള് സംശയത്തോടെ അവനെ നോക്കി. അമ്മാളും അങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൻ അവളെ കൈ കാണിച്ച് തൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു. അമ്മാള് വന്ന് നോക്കുമ്പോൾ കാണുന്നത് വീടിൻ്റെ അരികിലായിട്ട് വലിയൊരു ഡോറാണ്. അത് അടഞ്ഞു കിടക്കുവാണ്. മനു അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ 2 കാറുകളാണെന്ന് തോന്നുന്നു. മൂടിയിട്ടിട്ടുണ്ടായിരുന്നു. അതിന് സൈഡിലായിട്ട് തന്നെ 2 ബൈക്കുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. മനു അതിലൊരു ബൈക്കിൻ്റെ അടുത്ത് പോയി അതിനെ വിരിച്ചിട്ടിരിക്കുന്ന ഷീറ്റ് എടുത്ത് മാറ്റി. പെട്ടെന്ന് വണ്ടി കണ്ടതും അമ്മാളും അത്ഭുതത്തോടെ ഒന്ന് നോക്കി കണ്ണു വിടർത്തി. വണ്ടികളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെങ്കിലും അത് റോയൽ എൻഫീൽഡിൻ്റെ ഏതോ വണ്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അത്ഭുതത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിന്നു. മൂടി വെച്ചിരിക്കുകയായിരുന്നുവെങ്കിലും അതിലൊരു നുള്ളു പൊടി പോലും കാണുന്നില്ലായിരുന്നു. അത്രയും ക്ലീനായിട്ട് ഇപ്പോഴും പുതിയതുപോലെ വെട്ടിത്തിളങ്ങുമായിരുന്നു ആ വണ്ടി. മനു അതിലേക്ക് കയറിയിരുന്ന് വണ്ടി എടുത്തു. റോയൽ എൻഫീൽഡ് ഗൊറില്ല 450. അമ്മാളു അതിലെഴുതിയിരിക്കുന്നത് വായിച്ചു. വണ്ടി പുറത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അമ്മാളു പുറത്തേക്കിറങ്ങി. മനു ഗ്യാരേജിൻ്റെ ഡോർ അടച്ചു. കയറിക്കോ. തിരികെ വന്ന് വണ്ടിയിലേക്ക് കയറിക്കൊണ്ട് അവൻ അമ്മാളുവിനോട് പറഞ്ഞു. ഇത്രയും നേരം വണ്ടിയുടെ ഭംഗി ആസ്വദിച്ച് നിൽക്കുകയായിരുന്നവൾ പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞതും അവനെ ഞെട്ടലോടെ നോക്കി. ഇതിൽ കയറാനോ? പിന്നല്ലാതെ. അപ്പം നമ്മൾ കാറിലല്ലേ പോകുന്നത്? നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? ഏതോ കാവിൽ പോവാണെന്ന് മനുവേട്ടനല്ലേ പറഞ്ഞത്? ഓ ഭാഗ്യം. അങ്ങോട്ടേക്ക് കാറൊന്നും കയറില്ല. ഈ വണ്ടി തന്നെ പകുതി ദൂരം മാത്രമേ പോവുള്ളൂ. പിന്നെ നമ്മൾ നടക്കേണ്ടി വരും. മനു പറഞ്ഞതും അവൾ തലയാട്ടി. വന്ന് കയറാൻ നോക്ക്. അവൻ പറഞ്ഞ് അവൾക്ക് നേരെ ഹെൽമെറ്റ് നീട്ടി. അത് വാങ്ങിക്കൊണ്ട് അവൾ അവൻ്റെ പിന്നിലേക്ക് കയറി. വീടിൻ്റെ ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ മനുവിനെ അത്ഭുതത്തോടെ നോക്കുന്ന സെക്യൂരിറ്റി ചേട്ടനെയാണ് കാണുന്നത്. അവൻ അയാളെ നോക്കിയൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് വണ്ടി വീടിന് പുറത്തേക്കെടുത്തു. അമ്മാളും അവനെ തൊടാനും പിടിക്കാനും ഒന്നിനും നിൽക്കാതെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് പിന്നിലേക്ക് നീങ്ങി കൈ കെട്ടിയിരിക്കുമായിരുന്നു. മനു കണ്ണാടിയിലൂടെ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവളുടെ മുഖഭാവവും ഒന്നും കൂസാതെയുള്ള ഇരിപ്പുമൊക്കെ കണ്ടതും അവന് ചിരിയാണ് വന്നത്. പെട്ടെന്ന് മുന്നിൽ ചെറിയൊരു ഗട്ടർ കണ്ടതും മനഃപൂർവ്വം മനു അതിലേക്ക് വണ്ടി ചാടിച്ചു. അമ്മേ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ തോളിലേക്ക് കൈവച്ച് അമർത്തി പിടിച്ചു പോയി. അത് കണ്ടതും കണ്ണാടിയിലൂടെ അവൻ അവളെ നോക്കിയൊന്ന് അമർത്തി ചിരിച്ചു. കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൾ കണ്ണുകൾ അടച്ചിരിക്കുവാണ്. മുന്നിലേക്ക് പോകുന്ന വഴികളൊക്കെ അവൾക്ക് പരിചയമുള്ളതായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞൊരു ഇടവഴിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവൾക്ക് വഴികളൊന്നും മനസ്സിലാകുന്നത് കൂടി ഉണ്ടായിരുന്നില്ല. ഏതൊക്കെയോ വഴിയിലൂടെ എങ്ങനെയൊക്കെയോ പോകുന്നു. അമ്മാൾ ചുറ്റും നോക്കിയപ്പോൾ ആകെ കാടും മരങ്ങളും ഇടയിൽ 1-2 വീടുകളും മാത്രമൊക്കെയുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ മനു ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി. അവൻ പറഞ്ഞതുപോലെ തന്നെ 1 മണിക്കൂർ അടുത്തുള്ള യാത്രയ്ക്ക് ശേഷമാണ് സ്ഥലത്തേക്കെത്തിയത്. ഇതാണോ മനുവേട്ടൻ പറഞ്ഞ സ്ഥലം? ചുറ്റും തിങ്ങി നിൽക്കുന്ന മരങ്ങളിലേക്ക് നോക്കിക്കൊണ്ടാണ് അമ്മാളും അത് ചോദിച്ചത്. ഇത് കണ്ടിട്ട് നിനക്ക് കാവായിട്ട് തോന്നുന്നുണ്ടോ? വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് അതിൽ നിന്നിറങ്ങി അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അതിന് അവൾ ഇല്ലെന്ന രീതിയിൽ ചുമ്മല് കൂച്ചി കാണിച്ചു. എങ്കിൽ വാ ഇങ്ങോട്ട്. അത് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ മുന്നിലേക്ക് നടന്നു. മുന്നിൽ നിറയെ കാടുകളൊക്കെ ആയിരുന്നുവെങ്കിലും അതിൻ്റെ ഇടയിലൂടെ ചെറിയ രീതിയിൽ ആളുകൾ നടക്കുന്ന രീതിയിലുള്ളൊരു വഴിയുണ്ടായിരുന്നു. മനു പറഞ്ഞതുപോലെ അതിലൂടെ വണ്ടിക്കൊന്നും പോകാൻ കഴിയില്ല. ഒരാൾക്ക് തന്നെ കഷ്ടിയാണ് നടന്നു പോകാനാവുന്നത്. ചുറ്റും തിങ്ങി നിൽക്കുന്ന മരങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇടയിൽ അടുത്തുമൊക്കെ ആയിട്ട് 1-2 വീടുകളും കാണാം. നടക്കുമ്പോൾ മനു അവളുടെ കൈ വിടാതെ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടോ മനുവേട്ടാ? കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മാളു ക്ഷീണത്തോടെ അവനോട് ചോദിച്ചു പോയി. ഒരു 10 മിനിറ്റ് അടുത്ത് നടക്കാനുണ്ട്. തുടരും.
അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാട്ടോ. ബൈ.